11 മണി കഴിഞ്ഞ് 2 ആണ്. ഓഗസ്റ്റ് മാസത്തിലെ 16ാമത്തെ ദിവസം, ഒരു ഫ്രൈഡേ മോർണിംഗ്. ടൈം പാസിൽ ഹരിതി ദീപക്കും റേഡിയോ മാംഗോ 91.9 നമ്മുടെ കോഴിക്കോട്ട് നിന്ന് ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പിന്നിൽ നമ്മുടെ ആക്ടർ മോഹൻലാൽ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഷടാ, അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സോ? അതിന് പിന്നിൽ നമ്മുടെ ആക്ടർ മോഹൻലാലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥയാണ് ടൈം പാസിൽ ഇന്ന് ഹരിതി ദീപക്കും പറയാൻ പോണത്. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി. പത്താം വളവ് മൂവിയിലെ ഹരിചരൺ പാടിയിട്ടുള്ള പാട്ട്. ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും ഇപ്പൊ ഇതേപോലെ തന്നെ ഏതെങ്കിലും വളവുകളൊക്കെ ഇങ്ങനെ വളഞ്ഞോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെ വളവുകളൊക്കെ വളയുന്ന സമയത്ത് നമ്മൾ റോങ് വേയിൽ വളയാതിരിക്കാനും പ്രോപ്പറായിട്ട് ഹോൺ അടിച്ച് വളയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം എന്ന് ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് കേട്ടോ. സമയത്തെ 11 മണി കഴിഞ്ഞ് 6 ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9. നമ്മളുടെ കോഴിക്കോട് നിന്നുള്ള ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ കഥ പറയാനാണ് ഇന്ന് ടൈം പാസിൽ ഹരിതയും ദീപക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ മുന്നേ നമ്മുടെ അനാർക്കലി മൂവിനകത്ത് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ട് ശാന്തനു. ശാന്തനുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഇത്രയും റെക്കോർഡ്സിന്റെ പിന്നാലെ ഓടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശാന്തനു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും റെക്കോർഡ്സ് ഒക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഒരാൾ അറിഞ്ഞ് ആ ആൾ എന്റെ അടുത്തേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലൊരു കഥയാണ് നമ്മളുടെ കോഴിക്കോട് ഒരാൾക്ക് പറയാനുള്ളത്. അപ്പോ വെയിറ്റ് ഫോർ ദാറ്റ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി. പുഷ്പ 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 91.9 റേഡിയോ മാംഗോ. ചിത്രം ലാൽ അമേരിക്കയിൽ ദൗത്യം സീസൺ വരവേൽപ്പ് നാടുവഴികൾ പെരുവണൂർ വിശേഷങ്ങൾ കിരീടം വന്ദനം അതിബൻ ദശരഥ മെയ്യോട്ടോ ആഹാ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച സിനിമകളുടെ പേരാണല്ലോ എന്നാണ് മനസ്സിൽ ഓർക്കുന്നതെങ്കിൽ, നേരത്തെ ടൈം പാസിൽ ഹരിതയും ദീപക്കും കൂടെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ചും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ റെക്കോർഡുകൾ തമ്മിൽ ഈ പേരിനൊരു കണക്ട് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. സമയം 11 മണി കഴിഞ്ഞ് 15 ആണ്. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9. ആൻഡ് ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ടൈം പാസിലുള്ളത്. ഹായ്, ഞാൻ അലിനു. ഇന്ന് റേഡിയോ മാംഗോ ടൈം പാസിൽ ഞാനും ഉണ്ട്. അലിനു, നമ്മൾ എന്താ ചെയ്യണേ? ഞാനിപ്പോ PG കഴിഞ്ഞു, BEd കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു ഫോക്കസ് അക്കാദമിയിലാണ് ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാണ്. ഒരു ടീച്ചറാണല്ലേ? അല്ല, എന്താണ് എന്നിട്ട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ട് ഫുൾ ഓൺ ഹാപ്പി ആണോ? വീട്ടിൽ നിന്ന് അതാണ് എന്നെ എല്ലാരും വിളിക്കുന്നു, എല്ലാവരും ആരോഗ്യം. എന്റെ ഫ്ലെക്സ് കെട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട്. അപ്പൊ എനിക്ക് കഴിഞ്ഞൊന്ന് പോയി നോക്കണം ഫ്ലെക്സ് ആണെന്നുള്ളത്. പിന്നെ ഫ്ലെക്സ് ഒക്കെ വെച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒക്കെ പേര് വന്നിട്ടുള്ള ആളല്ലേ? അല്ല, നമ്മുടെ ഈ റെക്കോർഡിന് പിന്നിലുള്ള കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാന് ലാലേട്ടന്റെ മഞ്ഞിലിരിഞ്ഞ പൂക്കൾ എന്നാണ് ആദ്യ സിനിമ മുതല് 350 സിനിമകള് റിലീസിംഗ് ഓർഡറിൽ ഞാൻ പറയും, നോക്കാതെ പറയും. അപ്പൊ അങ്ങനെ പഠിച്ച് പറഞ്ഞു. അപ്പൊ ഏറ്റവും വേഗതയിൽ ഇങ്ങനെ പറയുന്ന ആൾ എന്നുള്ളതാണ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ എത്ര സമയത്തിനുള്ളിലാണ് ആ 350 സിനിമകൾ അല്ലെ അത്രയും സിനിമകൾ പറഞ്ഞു തീർത്തത്? അത് റെക്കോർഡ് കിട്ടിയത് 3 മിനിറ്റ് 11 സെക്കൻഡ്. അല്ല, എത്ര ടൈം എടുത്തു ഈ സിനിമകൾ മൊത്തം ഇങ്ങനെ പഠിക്കാനായിട്ട് ഓർഡറിൽ? മുന്നേ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറച്ചെണ്ണം പറയാന്നുള്ള ഇതായിരുന്നു. ഈ നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ കുറച്ചെണ്ണം പഠിച്ചു വെക്കാന്നുള്ളതായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് എന്നാ പിന്നെ മൊത്തം ഒന്ന് പഠിച്ചേക്കാന്നുള്ള രീതിയിൽ. അപ്പൊ ആദ്യത്തെ കുറെ സിനിമ പേര് പഠിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഞാൻ കേൾക്കാത്തതും കാണാത്തായിട്ടുള്ള പേരുകളും സിനിമയൊക്കെയാണുള്ളത്, 80കളിലൊക്കെയുള്ള സിനിമകള്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടി വായിക്കാൻ. പക്ഷെ എന്തോ എനിക്ക് അറിയില്ല, അതിനുള്ള താല്പര്യം കൊണ്ടാണോ ലാലേട്ടനെ കാണേണ്ട ആഗ്രഹം കൊണ്ടാണോ പെട്ടെന്ന് നടന്നിട്ടുണ്ട് പരിപാടി. അതുപോലെ ഈ റെക്കോർഡ് ഇട്ടതിന് പിന്നിൽ ആൾക്ക് പറയാൻ ഒരു വലിയ ആഗ്രഹമുണ്ട്, ഒരു വലിയ സ്റ്റോറി. ആ സ്റ്റോറി പറയാം ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി.
കൺട്രീസ് മൂവിലെ സോങ് ആണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഒരു 3 മിനിറ്റും 11 സെക്കൻഡും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഇതുപോലെ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ നമ്മൾ അടിക്കും. എന്നാ പക്ഷെ അങ്ങ് കൊയിലാണ്ടിയുള്ള അലിനുവിനോട് ചോദിച്ചാൽ ആള് നിർത്താതെ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ മോഹൻലാലിന്റെ 350 സിനിമകളും പറയും, റെക്കോർഡും വാങ്ങും. ടൈം പാസിൽ ഹരിതയും ദീപക്കുമാണ് റേഡിയോ മാംഗോ 91.9. അല്ല അലിനു, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ റെക്കോർഡൊക്കെ കിട്ടുന്ന ആൾക്കാരോട് പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ? അല്ല, എന്നോട് കുറെ പേര് ചോദിച്ചു. എന്നോട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോന്റെ ഒക്കെ താഴെ ഇവന് PhD പഠിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ കുറെ ചോദ്യം വന്നിരുന്നു. എന്റെ ഫാമിലിന്നൊക്കെ കുറെ പേര് ചോദിച്ചു, എന്താ PhD കിട്ടാ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്കിത് പഠിക്കുമ്പോ വേഗം അങ്ങ് പഠിക്കുന്നു, എന്റെ ഓർമ്മയിൽ നിൽക്കുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. അതല്ലേലും അങ്ങനെയാണ് അല്ലു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും. ശരിക്കും 2024 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയതെങ്കിലും ഇതിനുള്ള പരിപാടി അലിനു സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലായി. 2020 ആദ്യം വീഡിയോ ചെയ്തത്. അപ്പൊ അന്ന് ഇത് ഞാൻ നോക്കി വായിക്കുകയല്ല, ശരിക്കും ബൈഹാർട്ട് ചെയ്ത് പറയുന്നതാണെന്ന് അറിയിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിട്ടായിരുന്നു ചെയ്തത്. അപ്പൊ അത് പക്ഷെ അങ്ങനെ റീച്ച് ആയില്ല, അങ്ങനെ ആരും കണ്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നതിനെ അടിച്ചു. ആ സമയത്ത് പൃഥ്വിരാജിന്റെ സിനിമ പേര് ഇതേപോലെ വേറൊരു എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ, അഥവാ ഇത് രാജുവേട്ടന്റെ അടുത്ത് എത്തിയാൽ എനിക്ക് അതുവഴി ലാലേട്ടനിലേക്ക് എത്താൻ പറ്റുമോ എന്നൊരു അത്യാഗ്രഹം. അപ്പൊ അങ്ങനെ ഞാന് പൃഥ്വിരാജിന്റെ സിനിമകൾ പറയാൻ പറ്റും. അപ്പൊ ഞാൻ റുബിക്സ് ക്യൂബ് കൂടെ ഉൾപ്പെടുത്തി. അപ്പൊ 1 മിനിറ്റില് റുബിക്സ് ക്യൂബും സോൾവ് ആക്കി തീരും, 1 മിനിറ്റില് രാജുവേട്ടന്റെ 100 സിനിമകളും പറഞ്ഞു തീരും എന്നുള്ളൊരു സംഭവം ചെയ്തു. പക്ഷെ അതും അങ്ങനെ ആരും കണ്ടില്ല. ഫസ്റ്റത്തെ 2 അറ്റംപ്റ്റും സക്സസ് ആവാതിരുന്നിട്ടും അലിന് വിട്ടുകൊടുത്തില്ല, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടേയിരുന്നു. വീണ്ടും കാത്തിരുന്നു, ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് കുറച്ചും കൂടി നല്ല റീലാക്കി, കുറച്ച് നല്ല ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് ഭംഗിയായിട്ട് 2024 ആക്കാൻ എടുത്തു. അങ്ങനെ ഈ വീഡിയോ ഇറക്കിയിട്ട് 173K ആയി. ബെറ്റർ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വേറെ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ലാലേട്ടനൊന്നും കണ്ടില്ല, ആരും കണ്ടില്ല. ഞാൻ കുറെ മാക്സിമം ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തു, എന്നിട്ട് എത്തില്ല. അപ്പൊ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്നും ഇതിന് അപ്ലൈ ചെയ്താലോ, അപ്പൊ ഇത് കിട്ടിയാൽ ചിലപ്പോൾ ലാലേട്ടൻ കണ്ടാലോ, അങ്ങനെ ആലോചിച്ചിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്തത്. അങ്ങനെ കിട്ടി. അപ്പൊ ഈ ആഗ്രഹം ഭയങ്കര സ്ട്രോങ് ആണ്. ഇനി അറിയാനുള്ളത് ലാലേട്ടനെ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും അലിനോട് റിയാക്ഷൻ എന്നുള്ളതാണ്. പറയാലോ, ടൈം പാസിൽ റേഡിയോ മാംഗോ 91.9. ചുമ്മാ കേളി. അറിയാതെ ഇഷ്ടമായി അന്നു മുതലൊരു സ്നേഹചിത്രമായി മെല്ലെ അരികിലൊതുങ്ങി നിന്നു നീ എന്റെ എല്ലാമായി. ആൻമരിയ കലിപ്പിലാണ് മൂവിനകത്ത് നമ്മളുടെ സിദ്ദിഖ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ അതങ്ങോട്ട് സാധിച്ചു കൊടുക്കണോ പോയി. പിള്ളേർക്ക് ഈ ചെറുപ്പത്തിൽ മാത്രമേ ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. അതാണ് അതേപോലെ തന്നെ ഒരു വലിയ ആഗ്രഹവും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് കൊയിലാണ്ടിയുള്ള അലിനു, അല്ലെ? യെസ്. സമയം 11 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9. വെറും 3 മിനിറ്റും 11 സെക്കൻഡും കൊണ്ട് നമ്മുടെ ലാലേട്ടന്റെ 350 സിനിമാ പേരുകളാണ് ആള് നിർത്താതെ പറഞ്ഞ് റെക്കോർഡ് വാങ്ങിയിട്ടുള്ളത്. അല്ല, ആളോട് നമ്മൾ ചോദിച്ചു, ഈ എന്തെങ്കിലും ഒരു ചാൻസിൽ ഇതേപോലെ തന്നെ ലാലേട്ടനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഫീൽ എന്ന്. അയ്യോ, അതെനിക്ക് അറിയില്ല. ഞാൻ ടെൻഷൻ ആവോ എന്താന്നുള്ളത് എനിക്ക് അറിയില്ല. ലാലേട്ടനെ പോലെ അല്ലെങ്കിലും ചെറിയൊരു സെലിബ്രിറ്റി ആയി ഇപ്പൊ അലിനു നാട്ടില്. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. ഒരു വളരെ സിമ്പിൾ ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ്, ലാലേട്ടനെ ഒന്ന് നേരിട്ട് കാണണം. ഒന്ന് ആലോചിച്ചൊക്കെ അലിനു ഒരു സമയം ലാലേട്ടനെ കൂടെ ഒരുമിച്ച് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നൊക്കെ. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പറ്റുന്നറിയില്ല, പക്ഷെ അത് അത്യാഗ്രഹമായിട്ട് ഞാൻ പറയുന്നതാ. നമുക്കൊന്ന് നോക്കാല്ലേ ദീപക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് ലാലേട്ടനായിട്ടുള്ള ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി അഥവാ ഹരിതയുടെയും ദീപകിന്റെയും കൂടെ ടൈം പാസും കേട്ടുകൊണ്ട് ലാലേട്ടൻ ഈ വഴി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ലാലേട്ടാ, കാര്യമായിട്ടൊരു ആഗ്രഹമാണ്, ഒന്ന് പരിഗണിക്കണം. അതാണ് നമുക്കും പറയാനുള്ളത്. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.